പാകിസ്ഥാനെ ഇന്ത്യ ഹാക്ക് ചെയ്തു, അല്ലെങ്കിൽ ചൈനയാണോ പാകിസ്ഥാനെ ഹാക്ക് ചെയ്തിരിക്കുന്നത്? എന്തായാലും പാകിസ്ഥാൻ ഹാക്ക് ചെയ്യപ്പെട്ടു എന്നുള്ള വാർത്ത ശരിയാണെങ്കിൽ പാകിസ്ഥാനിലെ ചില സർക്കാർ നിയമപാലന ലോ എൻഫോഴ്സ്മെന്റ് സ്ഥാപനങ്ങളുടെ വാർത്തകളിൽ നിന്നാണ് നമുക്കിത് മനസ്സിലാകുന്നത്. അവരുടെ കമ്പ്യൂട്ടർ ശൃംഖലയെ ചൈനയുമായും ഇന്ത്യയുമായും ബന്ധമുള്ള ഹാക്കർ ഗ്രൂപ്പുകൾ ലക്ഷ്യമിട്ടതായി സൈബർ സുരക്ഷാ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം, റിപ്പോർട്ട് ഇന്ത്യൻ സർക്കാർ അല്ലെങ്കിൽ ചൈനീസ് സർക്കാർ നേരിട്ട് ആക്രമണം നടത്തി എന്നല്ല ഇതിൽ പറയുന്നത്. പക്ഷേ ഇത് അവിടെയുള്ള ഇന്ത്യൻ സർക്കാരോ ചൈനീസ് സർക്കാരോ ആക്രമിച്ചു എന്നുള്ള ഒരു തെളിവുകളില്ലാത്ത ഒരു ആരോപണമാണ് നിലവിൽ വന്നിരിക്കുന്നത്. സൈബർ സുരക്ഷാ കമ്പനികൾ സാധാരണ ഉപയോഗിക്കുന്ന രീതിയിൽ ഇന്ത്യ ലിങ്ക്ഡ് അല്ലെങ്കിൽ ചൈന ലിങ്ക്ഡ് ആ രാജ്യങ്ങളുമായി ബന്ധമുണ്ടെന്ന് കരുതുന്ന ഹാക്കർ ഗ്രൂപ്പുകളെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട്. പാകിസ്ഥാനിലെ ചില പോലീസ്, അന്വേഷണ, സർക്കാർ ഏജൻസികളെ ലക്ഷ്യമാക്കി സൈബർ ചാരപ്രവർത്തനം, സൈബർ എസ്പിയോണേജ് നടത്താൻ ശ്രമിച്ചു. ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം പാകിസ്ഥാനിലെ രഹസ്യരേഖകൾ മോഷ്ടിക്കുക, ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ ശേഖരിക്കുക, സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ കണ്ടെത്തുക. ഇന്ത്യക്ക് ഇതിൽ എന്ത് ബന്ധമെന്ന് ചോദിച്ചാൽ, റിപ്പോർട്ടിലെ ആരോപണം അനുസരിച്ച് ഇന്ത്യയുമായി ബന്ധമുണ്ടെന്ന് കരുതുന്ന ചില ഹാക്കർ ഗ്രൂപ്പുകളും ഈ പ്രവർത്തനത്തിൽ ഉൾപ്പെട്ടിരിക്കാമെന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ ഇത്തരം റിപ്പോർട്ടുകളിൽ ആരോപണവും തെളിവും തമ്മിൽ അജഗജാന്തരം വ്യത്യാസമുണ്ട്. പൊതുവെ ഇത്തരം സൈബർ ആട്രിബ്യൂഷൻ 100% ഉറപ്പോടെ തെളിയിക്കുക ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ്. ഇന്ത്യയുടെ കാഴ്ചപ്പാടിൽ ഇന്ത്യക്ക് ഇങ്ങനെ ഒരു ഹാക്കിംഗ് നടന്നിട്ടുണ്ടെങ്കിൽ അത് ഗുണകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ രഹസ്യാന്വേഷണ ഇന്റലിജൻസിന്റെ ഒരു വലിയ നേട്ടമായി നമുക്കിതിനെ കണക്കാക്കാം. പാകിസ്ഥാൻ ഇപ്പോൾ പറയുന്നത് ഇത്തരം റിപ്പോർട്ടുകൾ പുറത്തു വന്നു കഴിഞ്ഞാൽ സൈബർ സുരക്ഷ ശക്തമാക്കും, നെറ്റ്വർക്കുകൾ അപ്ഡേറ്റ് ചെയ്യും, വിദേശ സൈബർ ഭീഷണികളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുമെന്ന് എന്നിവയൊക്കെയാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.